ഒത്തിരി വേദനകൾ, ഒറ്റപ്പെടലുകൾ വരും. മറ്റാരുടെയും മുഖം കണ്ട് നമ്മുടെ ജീവിതം മ്ലാനമായി പോകാതെ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ധന്യനായ യേശുക്രിസ്തു നിസ്തുല്യമേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. സർവ്വകൃപാലുവായ ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർമാനമായിട്ടുള്ള വേദപഠനം നമുക്ക് നൽകുന്ന പ്രകാശനം എത്ര വിലപ്പെട്ടതാണ്. ആത്മീയ ചിന്തകൾ നമുക്ക് നൽകിത്തരുന്ന ദൈവത്തിന് നന്ദി പറയാൻ ഈ അവസരവും നമുക്ക് ഒരുമിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ വിശാലമായ അതിലെ സന്ദേശം നമുക്ക് ഗ്രഹിക്കാം. 48 അധ്യായങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രവചനം ആധുനിക ലോകത്തോട്, ലോകരാഷ്ട്രങ്ങളോട് വളരെ വിരൽ ചൂണ്ടുന്ന ദൈവത്തിൻ്റെ ഹൃദയ രഹസ്യങ്ങൾ അടങ്ങിയ, ഹൃദയത്തിൻ്റെ വേദനകൾ പങ്കുവെക്കുന്ന പ്രസക്ത ഭാഗങ്ങളാണ്. 1-ാം അധ്യായം അത് നമുക്ക് നൽകുന്ന വിലപ്പെട്ട ചിന്ത കഷ്ടതകളുടെ നടുവിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുക എന്നുള്ളത്. ഒത്തിരി വേദനകൾ, ഒറ്റപ്പെടലുകൾ വരുമ്പോൾ തിരിക്കുക, മറ്റാരുടെയും മുഖം കണ്ട് നമ്മുടെ ജീവിതം മ്ലാനമായി പോകാതെ കഷ്ടതകളുടെ നടുവിൽ ദൈവത്തെ കാണുക, ദൈവത്തിൻ്റെ മുഖത്തിലുള്ള പ്രകാശം, ആ മഹത്വ പ്രത്യക്ഷത കാണാൻ തയ്യാറാകാം. എന്താണ് ഇവിടുത്തെ സാഹചര്യം? 1-ാം വാക്യം ഇങ്ങനെയാണ്: 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞങ്ങൾ കെബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് ഞാൻ ദിവ്യദർശനങ്ങളെ കണ്ടു. വളരെ പ്രതിസന്ധിയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, കെബാർ നദി തീരത്തിരിക്കുമ്പോൾ സ്വർഗം തുറക്കുന്നത് യെഹെസ്കേൽ കാണുകയാണ്. പ്രതിസന്ധികളുടെ നടുവിൽ സ്വർഗം തുറക്കുന്നത് കാണാൻ കഴിഞ്ഞാൽ അതിനെപ്പോലെ മഹനീയമായ കാഴ്ച വേറൊന്നുമില്ല, അതിനെപ്പോലെ ഹൃദ്യമായ കാഴ്ച വേറൊന്നുമില്ല. ഇതെല്ലാവർക്കും സാധിക്കുകയില്ല. അതിൻ്റെ ആഴം അല്പം കൂടെ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ 137-ാം സങ്കീർത്തനം വായിക്കണം. ഞാൻ 1, 2, 3 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളുടെ മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഞങ്ങളെ ബദ്ധരാക്കിക്കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവാൻ ഞങ്ങളോട് പറഞ്ഞു. ഗീതങ്ങളെ ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെ ഞങ്ങളോട് ചോദിച്ചു. കെബാർ നദീതീരത്ത്, ബാബേൽ നദീതീരത്ത് ഒരു കൂട്ടം ജനം തങ്ങളുടെ കിന്നരങ്ങളെ അലരി വൃക്ഷത്തിന്മേൽ തൂക്കിയിട്ട് മൗനമായിരിക്കുമ്പോൾ, പ്രവാസമാകട്ടെ, പ്രതിസന്ധിയാകട്ടെ, അതൊന്നും വകവെക്കാതെ പ്രവാചകൻ സ്വർഗം തുറക്കുന്ന ദിവ്യദർശനങ്ങളെ കാണുകയാണ്. പ്രതിസന്ധികളുടെ നടുവിൽ പലതിനെയും ചൊല്ലി വിലപിച്ച് മാറിയിരിക്കാനല്ല ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിക്കുന്നത്. എത്ര പ്രതിസന്ധിയാകട്ടെ, വേദനയാകട്ടെ, വഹിക്കാൻ കഴിയാത്ത പ്രശ്ന അനുഭവങ്ങളാകട്ടെ, അതിൻ്റെ നടുവിലും ദിവ്യദർശനത്തെ കാണാൻ കഴിഞ്ഞാൽ അതിനോളം വലിപ്പം വേറെ ഒന്നുമില്ല. പ്രതികൂലത്തിൻ്റെ നടുവിൽ സ്വർഗം തുറക്കുന്നത് കാണുന്നതാണ് ഭക്തൻ്റെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യം. സഹോദരനെ ഭയന്ന് പ്രാണഭയത്തിലോടുന്ന യാക്കോബ് പ്രതികൂലത്തിൻ്റെ നടുവിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള കോവേണി കാണുന്നു. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് അദ്ദേഹം കാണുന്നു. കണ്ടോ, പ്രതിസന്ധിയുടെ നടുവിൽ ദിവ്യദർശനത്തെ കാണുന്നു. സ്തെഫാനോസ് മറിച്ചല്ല, കല്ല് വന്ന് പതിക്കുകയാണ് ശരീരത്തിൽ. ദൈവനിന്ദികളായ മനുഷ്യർ സ്തെഫാനോസിന്റെ പ്രസംഗം കേട്ട് രോഷഘൂലരായി സ്തെഫാനോസിനെ കല്ലെറിയ. ആ കല്ലെറിയുന്ന പ്രതിസന്ധിയുടെ നടുവിലും സ്തെഫാനോസ് കാണുന്നു സ്വർഗം തുറന്നിരിക്കുന്നത്, ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ദൈവപുത്രൻ നിൽക്കുന്നത്. കണ്ടോ, അതിശയകരമായ കാഴ്ച കാണുകയാണ്. പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മൾ ദിവ്യദർശനങ്ങളെ കാണേണ്ടത്. പത്മോസിൻ്റെ ഏകാന്തതയിൽ ആരും അറിയാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ അനുഭവത്തിൽ, ആ വലിയ തീച്ചുളയിൽ അവിടെ കാണുന്ന ഒത്തിരി അനുഭവങ്ങളെപ്പറ്റി ഒത്തിരി എഴുത്തുകാർ, പ്രസംഗകർ പറഞ്ഞ് നമുക്കറിയാം. കരിനാഗങ്ങൾ, കഴുകന്മാര്, ആർത്തലയ്ക്കുന്ന തിരമാല, പാറക്കെട്ടുകൾ, ചുറ്റും ഏകാന്തത, മരണ ഭയാനകമായ അനുഭവങ്ങൾ. അവിടെ ഭക്തൻ കാണുന്നത് പ്രതികൂലങ്ങളെയല്ല, പ്രതിസന്ധികൾ. വെളിപ്പാട് പുസ്തകത്തിൽ ഈ വിവരിക്കപ്പെടുന്ന ഒരു ഭാഗങ്ങളും കാണുന്നില്ല. അവിടെ കാണുന്നത് സ്വർഗം തുറന്നിറങ്ങി വന്ന കർത്താവിൻ്റെ മഹത്വമാണ്. പ്രതികൂലങ്ങളുടെ നടുവിൽ വിശേഷമായ നിലയിൽ ദിവ്യദർശനങ്ങളെ കാണാൻ കണ്ണു തുറക്കുന്നവനോട് ദൈവം സംസാരിക്കും. യെഹെസ്കേൽ പ്രവാചകനോട് അപ്പോൾ സംസാരിക്കപ്പെട്ട പ്രവചനം ആധുനിക ലോകത്തിലും അതിശക്തമായ ദൈവിക ദൂതുകളായി നിലനിൽക്കുന്നു. ഇന്നും ആ പ്രവചനത്തിന് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു.
പ്രതികൂലങ്ങളുടെ നടുവിൽ ദിവ്യദർശനങ്ങളെ കാണുക. യെഹെസ്കേൽ പ്രവാചകനെ പോലെ പ്രശ്നത്തിൽ പരാജയപ്പെടേണ്ട, ദൈവത്തോട് അടുത്തു വരിക, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണാൻ ഉത്സാഹിക്കുക. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.